ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഉള്ളിയൊന്നും ചേർക്കാത്ത വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 1/4 ചിക്കൻ കറാഹിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഉണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ്. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 1/2 കിലോയിലേ ഉണ്ടാക്കുന്നുള്ളൂ. മസാല ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഡയറക്റ്റ് ഈ ഒരു ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട, ആ കളറൊന്ന് ചേഞ്ച് ആയി വന്നാൽ മതി. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഓയിൽ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഇതിന്ന് കുറച്ച് ഓയിലെടുത്ത് മാറ്റിയാൽ മതി. ഞാനിപ്പോൾ എന്തായാലും ഇതിന് കുറച്ച് ഓയിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഇഞ്ച് കനത്തിൽ ഇഞ്ചി എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലിടുന്ന പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഒട്ടും എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. കുറച്ച് വലിയ സൈസിൽ അത് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ തക്കാളിയാണ്. വലിയ സൈസ് തക്കാളിനേക്കാളും കൂടുതൽ ഇതുപോലെ ചെറിയ സൈസിലെ തക്കാളി, ഒരു മീഡിയം സൈസിലെ തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 4 മുതൽ 5 തക്കാളി വരെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. 1/2 കിലോ ചിക്കനിലേക്ക് ഒരു 4 തക്കാളി അല്ലെങ്കിൽ ഒരു 5 തക്കാളി ഇട്ട് കൊടുത്താലും കൂടുതലാവില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ നമ്മൾ വേവിക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ ഉപ്പിട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഞാനത് ഇട്ട് പോയതാട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ, ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അതേ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കിന്ന് പതുക്കെ റിമൂവ് ചെയ്തെടുക്കണം. അത് നമ്മളിതുപോലെ പതുക്കെ ഒന്നിങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ എല്ലാ തക്കാളിയുടെയും സ്കിന്ന് ഞാനിതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. ആ സ്കിന്നുണ്ടെങ്കിൽ പിന്നെ ആ ഗ്രേവിയിൽ അതിങ്ങനെ കെടുക്കും. അപ്പോൾ എല്ലാ തക്കാളിയുടെ ആ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇത്രയും തക്കാളി ആഡ് ചെയ്യുമ്പോൾ പുളി കൂടുതലാവും എന്നൊക്കെ തോന്നും. ഒരിക്കലും ഇല്ല. ആ ഒരു കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നതും ആ ഗ്രേവി കൊടുക്കുന്നതൊക്കെ ഈ ഒരു തക്കാളിയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ ഒരു ഗ്രേവി ഇങ്ങനെ ആയിട്ട് ഒന്ന് മിക്സായിട്ട് വരുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ തക്കാളിയൊക്കെ ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നും കൂടെ ഒന്ന് ചിക്കനും അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ തക്കാളിയിൽ നിന്നൊക്കെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് വെള്ളം ഇറങ്ങി നല്ല മെൽറ്റായി വരും തക്കാളിക്ക്, അതുവരെ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കാം. ഒരു പാനിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആവട്ടോ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം അതും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു വറ്റൽമുളക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് മുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പൈസി ആയിട്ടുള്ളൊരു കറിയല്ല കേട്ടോ. നല്ലപോലെ വറുത്ത് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയി വന്നാൽ മതി. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഇതിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ തുള്ളി പോലും ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. തക്കാളിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാതെയാണ് ഈ ഒരു കറി ഉണ്ടാക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കൂടുതൽ വെള്ളം ഗ്രേവി വേണം എന്ന ആവശ്യമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ഒരു സമയത്ത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അതിൽ തീരെ വെള്ളം ആഡ് ചെയ്യാറില്ല. തക്കാളിയുടെ വെള്ളം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇറങ്ങി വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചിട്ടുള്ള ആ ഒരു മല്ലി നല്ല ജീരകത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരിക്കലും മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ മല്ലി ഇതുപോലെ വറുത്ത് പൊടിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നല്ലൊരു മണമൊക്കെ ഈ ഒരു കറിക്ക് കിട്ടുന്നത്. ഇത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു കറിയിലേക്ക് അത്രേ ആവശ്യമുള്ളൂ. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൊടി ആഡ് ചെയ്യുമ്പോൾ തന്നെ കറിയുടെ സ്മെല്ലൊക്കെ ചേഞ്ചായി വരും കേട്ടോ. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഈ കറി നല്ലപോലെ ആ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് എണ്ണ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് സമയം നല്ലപോലെ ഒന്ന് അടച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കറി നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഞാൻ വളരെ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. നമുക്കിതിൽ ഉള്ളി അരിയേണ്ട ആവശ്യമില്ല, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊണ്ട് കളഞ്ഞ് ബുദ്ധിമുട്ടുണ്ട്. ആകെ ഇഞ്ചി മാത്രം ഇട്ട് കൊടുത്തിട്ട് വെളുത്തുള്ളി നമ്മൾ ഈ കറിയിൽ ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ കറിയുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നാനിൻ്റെ കൂടെ, വൈറ്റ് റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇനി ഇതിലേക്ക് വളരെ തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ലാസ്റ്റായിട്ട്. അതുപോലെ തന്നെ പച്ചമുളക്, നമ്മൾ നല്ല എരിവുള്ള പച്ചമുളകല്ല, എരിവ് കുറഞ്ഞ കുറച്ച് തടിച്ചിട്ടുള്ളൊരു പച്ചമുളകുണ്ട്. ആ പച്ചമുളകാണ് സാധാരണ ഇതിലിട്ട് കൊടുക്കാറ്. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചമുളകാണെന്ന് വെച്ചാൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതെന്തായാലും നല്ല ടേസ്റ്റിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.